പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭക്തി നടിക്കുന്ന ആളുകളെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന ഒത്തിരി ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ കാണും. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താണ് സത്യത്തിൽ ഭക്തിയെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അവിടെ യാക്കോബ് പറയുകയാണ്, നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ തൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അതായത് നിൻ്റെ ഭക്തിയും കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അത് വെയിനാണ്, അത് യൂസ്ലെസ് ആണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഭക്തൻ. നാവിനെ കടിഞ്ഞാണിടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കുകയും പ്രമാണിക്കുകയും അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഭക്തൻ. ഈ ഒരു വാക്യത്തിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അത് പ്രമാണിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് താൻ പറയുന്നത്. കുറേ കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരാകണം, പറവാൻ താമസം, കോപത്തിന് താമസം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് താൻ പറയുന്നത്. നിങ്ങൾ വചനം കേട്ട് അതിൻ്റെ 22-ാമത്തെ വാക്കിൽ പറഞ്ഞെങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിൽ ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അതായത് നമ്മളൊരു കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നിട്ട് കുറച്ച് നിമിഷം കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവിക മുഖം എങ്ങനെയായിരുന്നു നമ്മൾ മറക്കുന്നത് പോലെയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, പക്ഷേ അത് പ്രമാണിക്കുന്നില്ല. ആ വ്യക്തിയെ കണ്ണാടിയിൽ മുഖം നോക്കുന്ന ഒരു മനുഷ്യനോട് സദൃശ്യമാക്കി ഇവിടെ യാക്കോബ് പറയുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ, അതായത് വചനം പ്രമാണിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഭക്തിയും കൊണ്ടും ഒരർത്ഥവുമില്ലെന്നാണ് താൻ ഇവിടെ പറയുന്നത്. നാവിനെ കടിഞ്ഞാണിടാത്ത വ്യക്തിയുടെ ഭക്തി വ്യർത്ഥമത്രേ. അതിൻ്റെ അടുത്ത വാക്യം 27-ാമത്തെ വാക്യത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. നോക്കിക്കേ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ മുൻപിലുള്ള ഭക്തി, അനാഥരെയും വിധവമാരെയും പോയി കാണുന്നത്, അവരുടെ സങ്കടത്തിൽ അവരുടെ കൂടെ നിൽക്കുന്നത്, അവരെ സഹായിക്കുന്നത്, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാക്കുന്നതാണ് ഭക്തി. സ്തോത്രം, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, ഇന്നസെൻറ്റ്, പ്യുവർ, പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളൊരു ഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനല്ല. നമ്മിൽ പല ആളുകളും അനാഥരെ മാറ്റി നിർത്താറുണ്ട്, വിധവമാരെ മാറ്റി നിർത്താറുണ്ട്. ലോകത്തിലുള്ള പല ട്രഡീഷൻസിനകത്തും അനാഥരെയും വിധവമാരെയും പല കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ചെയ്യാതെ അവരെ മാറ്റി നിർത്തുന്ന ഒത്തിരി റിലീജിയൻസ് നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒത്തിരി ഫോൾസ് ടീച്ചിങ്സ് അല്ലെങ്കിൽ ഫോൾസ് ബിലീഫ്സ്, സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ആയിട്ടൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, ഇതാണ് സ്തോത്രം. നമ്മൾ എത്ര പേര് അത് ചെയ്യാറുണ്ട്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കഴിയട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ, തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു തന്നെന്നാണ്. അപ്പോൾ ശരിക്കും ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർക്കൊരു ധാരണയുണ്ട്, അവർ സ്വന്തമായി നീതിമാന്മാരാണ്, മറ്റുള്ളവരെ അവർ ധിക്കരിക്കുക. അതായത് ഞാൻ ഭക്തനാണ്, ഞാൻ നീതിമാനാണ് എന്ന് പറയുന്നവരോടാണ് കർത്താവ് പറഞ്ഞൊരു ഉപമ. പരീശനെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന നമുക്കത് വളരെ സുപരിചിതമാണ്. അതിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഈ പരീശൻ്റെ പ്രാർത്ഥന ദൈവത്തോടല്ല, തന്നോട് തന്നെ താൻ പറയുക. ഞാൻ ഇവരെ പോലൊന്നുമല്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലല്ല. ആ ഉപമയുടെ മുൻപിൽ
ഏറ്റവും ആ ഉപമ തുടങ്ങുന്നതിന് സമയത്ത് പറയുകയാണ്, തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് എണ്ണിക്കൊണ്ട് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരോട് കർത്താവ് പറയുന്ന ഉപമയാണ്. പ്രൈസ് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഭക്തി എന്താണ്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ കഴിയട്ടെ, ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നിർദോഷമായ നിഷ്കളങ്കമായ ഭക്തിയാണോ എൻ്റെ ജീവിതത്തിലുള്ളത്? ലോകത്തിലുള്ള കളങ്കം ഏൽക്കാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നവനാണ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഭക്തൻ. സ്തോത്രം. അതാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വശത്തിന് മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവം ആഗ്രഹിക്കുന്ന ഭക്തി എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ വാസ്തവത്തിലൊരു ഭക്തനാണോ? ഞാൻ വാസ്തവത്തിലൊരു നീതിമാനാണോ? സ്വതം ഈ കഥാവിൻ്റെ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ പരീക്ഷന് ഒന്നും പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. തന്നെ താൻ ഉയർത്തുന്നവയെല്ലാം താഴ്ത്തപ്പെടും എന്നാണ് കർത്താവ് ഉപമയിൽ നിന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ പല പരീക്ഷരെയും ശാസ്ത്രിമാരെയും കപടഭക്തിക്കാരിൽ നിന്നൊക്കെ കർത്താവ് അവരെ സംബോധന ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ ഭക്തി പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ തങ്ങളെ തന്നെ നീതിമാന്മാരായി എണ്ണിക്കൊണ്ട് മറ്റുള്ളവരെ ധിക്കരിക്കുക. അതേ മക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്ന ചിലതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിന് പ്രകാരം ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും നമുക്ക് തന്നെ ഒരുക്കാം. അതിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.